ഇനി നമുക്ക് ദശകം 99-ലെ 10-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമമൃതരസാംഭോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം കൃഷ്ണ രോഗാത്. അപ്പോ ഇതിപ്പോ ഇനി വേദസ്തുതികളൊക്കെ കഴിഞ്ഞ് ഇനി ഈ ദശകം മേൽപ്പത്തൂര് ഇതിൽ ഈ ശ്ലോകത്തോട് കൂടിയിട്ട് ഉപസംഹരിക്കുകയാണ്. എന്താണ് അതിൽ പറയണത് എന്ന് നമുക്ക് നോക്കാം. അവ്യക്തം തേ സ്വരൂപം എന്നുണ്ട്. അവ്യക്തം പറഞ്ഞാൽ വ്യക്തമല്ലാത്തത്. തേ സ്വരൂപം, അത് മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ്. തേ പറഞ്ഞാൽ അങ്ങയുടെ സ്വരൂപം, അവ്യക്തമായ വ്യക്തമല്ലാത്ത അങ്ങയുടെ ആ സ്വരൂപം ദുരധിഗമതമം എന്ന് പറയുന്നുണ്ട്. ദുരധിഗമതമം, അധിഗമം ചെയ്യാ പറഞ്ഞ മനസ്സിലാക്കുക എന്നൊക്കെയാണ്. ദുരധിഗമം പറഞ്ഞ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് അതാണ്. ദുരധിഗമതമം എന്ന് പറയുമ്പോഴേക്ക് അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയി. മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം പറഞ്ഞ അവ്യക്തമായ അങ്ങയുടെ ആ സ്വരൂപം, അതായത് ആ നിർഗുണ ബ്രഹ്മം ആയിട്ടുള്ള അങ്ങയുടെ ആ സ്വരൂപം, ആ നിർഗുണ ബ്രഹ്മം മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് ദുരധിഗമതമം. മോസ്റ്റ് ഡിഫിക്കൾട്ട് ടു ഗ്രാസ്പ് എന്നാണ്. എന്നിട്ടോ പിന്നെ പറയാണ് തത്തു ശുദ്ധൈകസത്വം വ്യക്തം. ശുദ്ധൈകസത്വം തത് തു വ്യക്തം എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ നിർഗുണ ആയിട്ടുള്ള പരബ്രഹ്മം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ശുദ്ധൈകസത്വമായിട്ടുള്ളത്, ശുദ്ധ സത്വഗുണം മാത്രം ഉള്ള ആ സ്വരൂപമാകട്ടെ തത് തു എന്നാണ്. ശുദ്ധൈകസത്വം തത് തു, ശുദ്ധ സത്വഗുണം ഒന്ന് മാത്രം സ്വീകരിച്ചിട്ടുള്ള ആ സ്വരൂപമാകട്ടെ, ആ ശ്രീകൃഷ്ണ സ്വരൂപം, ആ ഗുരുവായൂരപ്പന്റെ ആ രൂപമാകട്ടെ വ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, മനസ്സിലാക്കാൻ പറ്റണതാണ്, ഗ്രാസ്പബിൾ ആണ്. അതായത് കാണാൻ പറ്റും, അപ്പോ ധ്യാനിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, അങ്ങനെ അതൊക്കെ വ്യക്തമായിട്ടുള്ളതാണ് എന്നാണ്. അപ്പോ ചാപ്യേതദേവ സ്ഫുടം അമൃത രസാംഭോധി കല്ലോല തുല്യം എന്നുണ്ട്. ചാപി അഭി ച എന്നാണ് അതിൻ്റെ അർത്ഥം. മോർ ഓവർ എന്നാണ്. അതായത് അതിനും പുറമേ എന്താ പിന്നെ പറയണത്, ഈ ശുദ്ധ സത്വസ്വരൂപമായിട്ടുള്ള ആ രൂപം, ഗുരുവായൂരപ്പന്റെ സ്വരൂപം ഉണ്ടല്ലോ, അത് സ്ഫുടം ആണ്. അത് സ്ഫുടമായിട്ടുള്ള ആ രൂപം എന്തുപോലെയാണ്? സ്ഫുടം അമൃത രസ അംഭോധി കലോല തുല്യം. അമൃത രസ അംഭോധി, അംഭോധി പറഞ്ഞ സമുദ്രം, അമൃത രസ അംഭോധി പറഞ്ഞാൽ അമൃത രസക്കടലിൻ്റെ, അമൃതരസം കൊണ്ടുള്ള ആ കടലിൻ്റെ കല്ലോല തുല്യം. കല്ലോലം പറഞ്ഞാൽ തിരമാല, തുല്യം പറഞ്ഞാൽ അതിന് തുല്യമാണ്, തിരമാല പോലെയാണ്. അമൃതരസമാകുന്ന സമുദ്രത്തിൻ്റെ തിരമാല പോലെയാണ് ആ ശുദ്ധ സത്വ സ്വരൂപിയായിട്ടുള്ള ആ ഗുരുവായൂരപ്പന്റെ രൂപം എന്ന്. അതായത് ഈ ഒരു കടലിലേക്ക് സാധാരണക്കാരനങ്ങടെ ഇറങ്ങിച്ചെന്ന്
കടലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതൊക്കെ പോയി മനസ്സിലാക്കാനും ഒന്നും സാധിക്കില്ല. എന്നാൽ കരയിലിരുന്നാലും ആ തിരമാലകളങ്ങനെ വരണത് കാണാം, അതിൻ്റെ ഭംഗി കാണാം, ആസ്വദിക്കാം. അത് കാലുമ്പിലൊക്കെ വന്ന് മുട്ടുമ്പോൾ ആ സന്തോഷമൊക്കെ അനുഭവിക്കാം. അങ്ങനെ കരയിലങ്ങനെ ഇരുന്നിട്ട് ആ തിരമാലകളുടെ ഭംഗിയും ഒക്കെ അങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കാം. അതുപോലെയാണ് ആ ബ്രഹ്മാനന്ദരസം. ബ്രഹ്മം എന്താണെന്നുള്ളത് മുഴുവൻ മനസ്സിലാക്കാൻ വലിയ വലിയ യോഗികൾക്ക് കൂടി വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഗുരുവായൂരിരിക്കണ ആ ശ്രീകൃഷ്ണനെ കാണാനും ധ്യാനിക്കാനും ഭജിക്കാനും പ്രാർത്ഥിക്കാനും ആ ഭഗവാനെ പ്രാപിക്കാനും ഒക്കെ അതിലേറെ എത്രയോ എളുപ്പമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് പിന്നെ പറയാണ്, അതുകൊണ്ട് മേൽപ്പത്തൂര് എന്താ പറയണത്? സർവോത്കൃഷ്ടാം അഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ എന്നുണ്ട്. അപ്പോ ആ ഭഗവാന്റെ ആ മൂർത്തിയെ, ആ ശുദ്ധ സത്വ സ്വരൂപിയായിട്ടുള്ള, മേൽപ്പത്തൂർ ആദ്യത്തെ ദശകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗുരുവായൂര് വിളങ്ങുന്നത് ആ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. ആ പരബ്രഹ്മത്തിന്റെ സത്വഗുണം മാത്രം എടുത്തിട്ട് കൈക്കൊണ്ട ഒരു രൂപമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ തേ മൂർത്തി, അങ്ങയുടെ മൂർത്തിയെ എങ്ങനെയുള്ള മൂർത്തിയാണ്? സർവോത്കൃഷ്ടം, എല്ലാറ്റിലും വെച്ചിട്ട് ഉത്കൃഷ്ടമായതും, അഭീഷ്ടാം, എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതും, തദിഹ എന്നുണ്ട്. തത് ഇഹ പറഞ്ഞ അതുകൊണ്ട് എന്നാണ്. ആ രണ്ടാമത്തെ വരിയിലൊക്കെ പറഞ്ഞുല്ലോ, ഭഗവാന്റെ ഈ രൂപം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്, ധ്യാനിക്കാൻ പറ്റുന്നതാണ്. തത് അതുകൊണ്ട്, ഇഹ ഇവിടെ, സർവോത്കൃഷ്ടം എല്ലാറ്റിനേക്കാട്ടിലും ഉത്കൃഷ്ടമായതും, അഭീഷ്ടാം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതും, ഗുണരസേനൈവ ചിത്തം ഹരന്തീം, ഗുണരസം കൊണ്ട്, എല്ലാ ഗുണങ്ങളുടെയും ആ രസം കൊണ്ട് ചിത്തം ഹരന്തീം, മനസ്സിനെ ഹരിക്കുന്നതും, എല്ലാവരുടെ മനസ്സിനെയും വല്ലാതെ അങ്ങടെ ആകർഷിക്കുന്നതും എന്നാണ്. ഗുണരസേന ഏവ പറഞ്ഞ അതിൻ്റെ ആ അട്രാക്റ്റീവ്നെസ് കാരണം, ആ മൂർത്തിയുടെ ആ ഭംഗിയും ഒക്കെ കാരണം, അട്രാക്റ്റീവ്നെസ് കാരണം, നല്ല നല്ല ഗുണങ്ങൾ കാരണം, ചിത്തം ഹരന്തീം മനസ്സിനെ ഹരിക്കുക, ക്യാപ്റ്റിവേറ്റിംഗ് ദി മൈൻഡ് എന്നാണ് ചിത്തം ഹരന്തീം. അങ്ങനെയൊക്കെയുള്ള തേ മൂർത്തിയും സംശ്രയേഹം, തേ മൂർത്തിയും അങ്ങയുടെ ആ മൂർത്തിയെ, ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ, സംശ്രയേ അഹം, അഹം സംശ്രയേ ഞാൻ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ബ്രഹ്മസ്വരൂപത്തെ അല്ല, എല്ലാവർക്കും വേഗം മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ പറ്റണ ആ എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്നതും എല്ലാറ്റിനെക്കാട്ടിലും ഉത്കൃഷ്ടമായതും എല്ലാവരുടെ മനസ്സിനെയും ആകർഷിക്കുന്നതുമായ അങ്ങയുടെ ആ മൂർത്തിയെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് മേൽപ്പത്തൂര് പറഞ്ഞത്. എന്നിട്ട് പിന്നെ പതിവുള്ള പ്രാർത്ഥന, പവനപുരപതേ പാഹിമാം കൃഷ്ണ രോഗാത്. എല്ലാ ദശകവും അവസാനിക്കുമ്പോൾ മേൽപ്പത്തൂര് പതിവുള്ള പ്രാർത്ഥന, പവനപുരപതേ ഗുരുവായൂരപ്പ പാഹി മാം, മാം പാഹി എന്നെ രക്ഷിക്കണേ, കൃഷ്ണ കൃഷ്ണ ഭഗവാനെ, രോഗാത് പറഞ്ഞ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അപ്പൊ അന്വയായിട്ട് പറയുകയാണെങ്കിൽ, അവ്യക്തം തേ സ്വരൂപം ദുരധികമതമം, അവ്യക്തമായിട്ടുള്ള അങ്ങയുടെ ആ സ്വരൂപം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങയുടെ ആ നിർഗുണ ബ്രഹ്മസ്വരൂപം മനസ്സിലാക്കാനും പ്രാപിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ശുദ്ധൈക സത്വം തത്വ, അശുദ്ധ സത്വ സ്വരൂപമായിട്ടുള്ള ആ രൂപമാകട്ടെ വ്യക്തം, അത് മനസ്സിലാക്കാൻ പറ്റണതാണ്, ഗ്രാസ്പബിളാണ്. സ്ഫുടം ഏതത് ഏവ, ആ സ്ഫുടമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റണ ആ മാനിഫെസ്റ്റ് ഫോം ഉണ്ടല്ലോ, ആ രൂപം എടുത്തിട്ടുള്ള ആ ഭഗവാനെ, അപീച്ച അതിനും പുറമെ അത് ആ രൂപം അമൃതരസാംബോധി കലോല തുല്യം, അമൃതരസമാകുന്ന സമുദ്രത്തിലത്തെ തിരമാലകൾക്ക് തുല്യമാണ്.
തത് അതുകൊണ്ട് ഇഹ ഇവിടെ ഈ ലോകത്തിൽ സർവോത്കൃഷ്ടാം പറഞ്ഞാൽ എല്ലാറ്റിനെക്കാട്ടിലും ഉത്കൃഷ്ടമായതും ദ മോസ്റ്റ് സുപ്പീരിയർ ആയിട്ടുള്ളതും അഭീഷ്ടാം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളത് പ്ലീസിങ് ആയതും ഗുണരസേന ഏവ ഗുണരസങ്ങളാൽ തന്നെ ആ മൂർത്തിയുടെ ആ രൂപത്തിൻ്റെ അട്രാക്റ്റീവ്നെസ്സും ഗുണഗണങ്ങള് ക്വാളിറ്റീസും ഒക്കെ കാരണം ചിത്തം ഹരന്തീം എല്ലാവരുടെ ചിത്തത്തിനെയും ഹരിക്കുന്നത് ക്യാപ്റ്റിവേറ്റിംഗ് ദി മൈൻഡ് അങ്ങനെയുള്ളതും ഒക്കെ ആയ തേ മൂർത്തിയും അങ്ങയുടെ ആ രൂപത്തെ ആ കൃഷ്ണരൂപത്തെ ശ്രീകൃഷ്ണ രൂപത്തെ അഹം സംശ്രയേ ഞാൻ ആശ്രയിക്കുന്നു. ഹേ പവനപുരപതേ കൃഷ്ണ അല്ലയോ ഗുരുവായൂരപ്പ കൃഷ്ണ മാം രോഗാത് പാഹി എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ദശകം ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഈ ശ്ലോകം നാരായണീയത്തിലത്തെ അവസാനത്തെ ശ്ലോകമായി എന്ന് പറയാം. കാരണം ഈ ശ്ലോകം കൂടി എഴുതിയിട്ട് അന്ന് രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കും മേൽപ്പത്തൂരിന്. ഭഗവാന്റെ ആ രൂപം മുഴുവനെ വ്യക്തമായിട്ട് കണ്ടിട്ട് ഇനി 100ാമത്തെ ദശകത്തില് മേൽപ്പത്തൂര് ആ ഭഗവാന്റെ രൂപം വർണ്ണിക്കണതാണല്ലോ ഇനി വരാൻ പോണത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള 100ാം ദശകത്തിലേക്ക് കിടക്കുകയായി ഇനി നമ്മള്. അപ്പോ ഇതിലപ്പോ ചുരുക്കത്തിൽ എന്താ പറഞ്ഞത് വെച്ചാൽ ഭഗവാന്റെ ആ ബ്രഹ്മസ്വരൂപം ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ശുദ്ധ സത്വസ്വരൂപമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതും ധ്യാനിക്കാൻ പറ്റുന്നതും പ്രാർത്ഥിക്കാൻ പറ്റുന്നതും പ്രാപിക്കാൻ പറ്റുന്നതും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ആ കൃഷ്ണ ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഹേ ഗുരുവായൂരപ്പ എന്നെ എൻ്റെ രോഗത്തിൽ നിന്നൊക്കെ രക്ഷിച്ച് എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റി തരയണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമൃത രസാംഭോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപതേ പാഹി മാം കൃഷ്ണ രോഗാത്.